പ്രതികരിക്കേണ്ടിടത്ത് ആരെയും പേടിക്കാതെ ശരിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. വടകര MP ആവുന്നതിന് മുൻപും ശേഷവും എല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ഉമ്മൻചാണ്ടി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളെന്ന പേര് വരെ കിട്ടിയ ഒരു ഉശിരുള്ള നേതാവാണ് ഷാഫി. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരു നിലപാടും എടുക്കാതെ ഇരിക്കുന്ന മുഖ്യനെ ചോദ്യം ചെയ്യാൻ ഒരുപാട് പേർക്ക് പേടിയാണ്. എന്തിന്, സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് വരെ മനസ്സിലായി തുടങ്ങി മുഖ്യന്റെ പിഴവിനെ കുറിച്ച്. എങ്ങനെ മനസ്സിലാവാതെ ഇരിക്കും? സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ജയിലിൽ കിടക്കുന്ന രണ്ടുപേർ CPMന്റെ സഖാക്കളാണ്. ബാക്കിയുള്ളവരും മുഖ്യനുമായി അടുപ്പമുള്ളവരൊക്കെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയം ശബരിമല കൊള്ള മറച്ചുവെച്ച് അവർ രാഹുലിന്റെ വിഷയത്തെ ഭീകരമാക്കിയിരുന്നു. എന്നാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നിലപാട് കോൺഗ്രസ് എടുത്തതോടെ CPMന് വീണ്ടും മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഇതുവരെയും ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾക്കെതിരെ MLA മുകേഷിനെതിരെയും അങ്ങനെ പല കാര്യങ്ങൾക്കെതിരെയും നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെയും അതുപോലെ പല കാര്യങ്ങൾക്കും ഷാഫി പറമ്പിൽ പ്രതികരിച്ച് ആഞ്ഞടിക്കുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പക്ഷെ ക്യാപ്സ്യൂളുകളൊന്നും പഴയ പോലെ കച്ചവടമായി പോകുന്നില്ല. CPM എക്സ്പോസ്ഡ് ആണ് ശബരിമല കേസിൽ. ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ വിഷയം പിന്നെ മറ്റേ ശബരിമല പ്രശ്നം തന്നെയാണ്. കാരണം ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ഇരുന്നിട്ട് ശബരിമല അയ്യൻ്റെ സ്വർണം കട്ടിട്ട് അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു നടപടി എടുക്കാതെ ഒന്നും സംഭവിക്കാത്ത പോലെ കോടതി മേൽനോട്ടുള്ളത് കൊണ്ട് അത് പുറത്തു വന്നതുപോലും നേരത്തെ ഇവർ അറിഞ്ഞതാണ്. ഒരു കാരണവശാലും മലയാളിക്ക് ഇത് പൊറുക്കാൻ കഴിയില്ല. ഗവൺമെൻറ് ചെയ്തില്ല. സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനെതിരാണ്. അപ്പം BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ ഡീലിപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഓപ്പണായി വരികയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ മറുപടി കേട്ടില്ലേ, ബ്രിട്ടാസിന് നന്ദി പറയാൻ. അപ്പം ഇനി BJPക്ക് തിരിച്ചൊരു നന്ദി പറയാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങയുടെ പ്രഭാവം വെട്ടിക്കളയാനായിട്ട് CPM ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം, എനിക്ക് പാർട്ടി സ്റ്റാൻഡിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ എനിക്ക് വേറൊരു സ്റ്റാൻഡ് ഇല്ല. ഞാൻ പൂർണ്ണമായിട്ടും പാർട്ടി തീരുമാനത്തിനൊപ്പം. കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി ചെയ്തില്ലേ? ശബരിമലയിൽ ഇത്രയും വലിയ മോഷണം നടന്നിട്ട് ദ മാൻ ബീയിങ് ദ പാർട്ടി ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് മെമ്പർ ഇതുവരെ ഒരു നടപടി എടുക്കാത്ത CPM, അത് കർണാടകയിലൊന്നും അല്ലല്ലോ, കേരളത്തിൽ തന്നെ അല്ലേ? അപ്പൊ CPM എന്ത് നടപടി അത്ര കാര്യത്തിൽ എടുത്തത്? ഒരു ഗവൺമെന്റിന്റെ വലിയ അധികാരമുള്ള ഒരു ബോർഡിന്റെ തലപ്പത്തിരുന്ന ഒരാൾ ശബരിമല കൊള്ളയ്ക്ക് ഇപ്പൊ അറസ്റ്റിലാണ്, ജയിലിലാണ്. ഒരു നടപടിയും CPM എടുത്തിട്ടില്ല. അത് കർണാടകയിലായിട്ടല്ലല്ലോ. ഓരോന്നിനും ഓരോ ന്യായം. പാർട്ടി മെമ്പർ അല്ല, ജനപ്രതിനിധി എല്ലാം ന്യായങ്ങൾ തിരിച്ചും മറിച്ചും പറയാം. But all those drawn visuals of taking the credits of National Highway, and I must say that the central government and NHAI, they are equally responsible. There is stiff competition for taking the credits of whatever happens regarding the National Highway. Everybody says that it is their brainchild and they are responsible for the National Highway here. But whenever something goes wrong, whenever there is a serious lapse, they are never bothered to take the responsibility, neither state government or the central government. But whatever happening is, it was shocking to learn that school bus was carrying by about 32 students in that. If something went wrong means, so this is a serious lapse and series of lapse. Serious lapse and series of lapse that's been happening. CM Pinarayi Vijayan is saying that it's not our duty to take this. It's all about a national highway, and national highway is born to do that job. So how you react to? How about all those drawn visuals of taking the credits of National Highway? And I must say that the central government and NHAI, they are equally responsible. They are more responsible. I must also say that they are more responsible. But CPM must stop taking credit of all those things that is happening, and they must not skip away from responsibilities. NHAI, the design is, I must say, the design is anti-Kerala. It is not at all connected to the way Kerala needs the highway, and they are not giving a patient hearing even for representatives like us. Whenever we say something on this regard, they are saying that you are not competent enough to say on engineering things, but they are failing miserably. Now this has to be seriously thought. This is not a flood time, and this is not a seriously raining time also. Even now, if it happens, so means what will happen if it is seriously raining? We are concerned. Even after the completion, it can happen. So they have to recheck on what has to be done in this kind of elevated thing that they have done. Regarding Rahul Mankuttam, you are a godfather. You came up with Rahul Mankuttam. See, come on. There is no godfather in Congress politics. This is party decision. Party has made it stand very clear.
Now, before getting a legal complaint, party is suspended. Today even CM is saying that Congress is protecting Rahul Mangundkar. Last time MP as a serious What Congress moral leader. rights he has got to say that? Even try to promote one MLA who has been accused to the parliament. They gave a ticket and party symbol. They don't have a moral right. Look, the stand that Congress took, no other party has taken in Kerala. So they don't have the moral right to comment on Okay, that. on Malayalam. കോർപ്പറേഷനിലെ LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം നടക്കുന്നത്. കോൺഗ്രസിന് അവിടെ അത് സ്ഥാനം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഫ്രണ്ട് റൺ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അതിലുള്ള ആവലാതിയാണ്. ആ ആവലാതി LDF-ൽ നിന്ന് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമോ UDF പിടിച്ചെടുക്കുമോ എന്നുള്ള ആവലാതിയിലോ ആശങ്കയിലോ ആണ് BJPയെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആക്ച്വലി കോൺഗ്രസ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് റണ്ണറാണ് കോർപ്പറേഷനിൽ. നല്ല മാറ്റമുണ്ട്. ഞാൻ ഇന്ന് കാലത്ത് പോയ സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ടിൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നട്ടുച്ചയാണെന്നോ വെയിലാണെന്നോ രാത്രിയാണെന്നൊന്നുമില്ല. സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനെതിരാണ്. അപ്പം BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ ഡീൽ. ഇപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഓപ്പണായി വരികയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ മറുപടി കേട്ടില്ലേ, ബ്രിട്ടാസിന് നന്ദി പറയാൻ. അപ്പം ഇനി BJPക്ക് തിരിച്ചൊരു നന്ദി പറയാനുള്ള അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കാനും